ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻസ് ആണ്. അത് എക്സെപ്ഷണൽ ലേണേഴ്സിൽ വരുന്നൊരു കാറ്റഗറിയാണ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻസ്. അപ്പോൾ ആസ് എ ടീച്ചേഴ്സ് നമ്മൾ നമ്മുടെ കുട്ടികളെ പരിചയപ്പെട്ടിരിക്കണം, അവരെങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ അവരുടെ എന്തൊക്കെ അവർക്ക് കഴിയും, എന്തൊക്കെ കഴിയില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, ഒരു ടീച്ചറെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവർക്ക് നമ്മളൊരു കൈത്താങ്ങ് കൊടുത്ത് കൂടെ നിൽക്കേണ്ടവരാണ്. അതേപോലെ തന്നെ പാരൻസിനും സൊസൈറ്റിക്കും ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻസിനെ പറ്റി കറക്റ്റായിട്ട് നോക്കാം. ഡിഫൈൻ മെൻ്റൽ റിട്ടാർഡേഷൻ ഓർ മെൻ്റൽ ഡെഫിഷ്യൻസി. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് മെൻ്റൽ ഡെഫിഷ്യൻസി അതിനൊരു കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മെൻ്റൽ റിട്ടാർഡേഷൻ refers to significantly sub-average general intellectual functioning existing currently with deficits in adaptive behavior and manifested during the development period. അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന അവൻ്റെ ആ പ്രായത്തിനനുസരിച്ച്, സൊസൈറ്റിക്ക് അനുസരിച്ച് അവൻ അഡാപ്റ്റ് ചെയ്യുന്ന കുറച്ച് ബിഹേവിയർ ഉണ്ട്, അഡാപ്റ്റ് ചെയ്യേണ്ട ബിഹേവിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവന് കറക്റ്റായിട്ട് ഫോളോ ചെയ്തെത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയായിരിക്കണം? ചിലപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടിയായിരിക്കാം എന്ന് ആണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് മെൻ്റൽ ഡെഫിഷ്യൻസിയുടെ ഡെഫിനിഷനാണ് ഇത്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. മെൻ്റൽ റിട്ടാർഡേഷൻ is a condition or state of mind. It is related to the subnormal development of the mind or brain. It is not a disease nor a medical syndrome with a specific cause. A specific identified causes involving both the inherent and external factors may be responsible for it. അതായത് ഈ മെൻ്റലി റിട്ടാർഡഡ് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് പല കാരണങ്ങൾ കൊണ്ട് ആ കുട്ടി അങ്ങനെ എത്താം. ഇൻഹറൻ്റ് ആവാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. The deficiency may be observed at birth or manifested later during the course of development, generally before the end of the years of adolescence. അതായത് നമുക്കത് കുട്ടികളെ ഒബ്സർവ് ചെയ്താലായിട്ട്, ചിലപ്പോൾ ജനിച്ച കുട്ടി കുറച്ച് നാളുകൾക്കുള്ളിലൊന്നും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, എങ്കിലും അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മൾക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെയൊക്കെയായിരിക്കും? അതിന് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. അതിൽ അവരുടെ സ്കോർ വളരെ താഴ്ന്നാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം അവർ മെൻ്റലി റിട്ടാർഡഡ് ആണോ എന്ന്. അതുപോലെ തന്നെ ദ ഒബ്സർവേഷൻ ഓഫ് ദെയർ ബിഹേവിയർ ഇൻ ദ ഡെവലപ്മെൻറ്റൽ പീരിയഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇമ്പയർഡ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്. അതായത് ഒരു പ്രായത്തിൽ ഇത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അവൻ കൈവരിക്കേണ്ടതായ സ്വഭാവ സവിശേഷതകളുണ്ടാവാം. കമിഴ്ന്ന് വീഴുക, നടക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ സ്ലോലിയാണ് നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ കുട്ടി മെൻ്റൽ റിട്ടാർഡഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ദെയർ ഇന്നാഡിക്വസി to deal with the demands of environmental or deficiency and defects in adaptive behavior. നേരത്തെ പറഞ്ഞതാണ്, അഡാപ്റ്റീവ് ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവൻ മെൻ്റലി റിട്ടാർഡഡ് ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. According to the American Association on Mental Deficiency, the deficits in adaptive behavior during the different developmental stages may be reflected period-wise in the following areas. First one, during infancy and early childhood. Second one, during childhood and early adolescence. Characteristics of mentally retarded children. They are dependent and feel difficulty in managing themselves. അതായത് ആ കുട്ടികൾക്ക് എപ്പോഴും അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കില്ല അവർ. ഇൻ കമ്പാരിസൺ വിത്ത് ചിൽഡ്രൻ ഓഫ് ദെയർ ഓൺ ഏജ്, ദെയർ റേറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഈസ് ടു ലോ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ അത്രയും ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നില്ല. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേ ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ഷിഫ്റ്റിംഗ് ഫ്രം വൺ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ടു അനദർ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചില ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്കറിയാം
അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം എന്നില്ല. അടുത്തത് ദേ ആർ വെരി പുവർ അറ്റ് ഫോളോയിങ് ജനറൽ വെർബൽ ഇൻസ്ട്രക്ഷൻ. അതായത് സംസാരശേഷി അല്ലെങ്കിൽ വെർബൽ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർക്ക് കേൾക്കാനോ അല്ലെങ്കിൽ പറയാനോ അത് അനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കണം എന്നില്ല. ദേ ആർ സോഷ്യലി ആൻഡ് ഇമോഷണലി മാൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റീസ്. അതായത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ സോഷ്യലി ആയാലും ഇമോഷണലി ആയാലും പെട്ടെന്ന് ചിലപ്പോൾ കുട്ടികൾ അവർ അഗ്രസീവായിട്ട് പെരുമാറാം, ചിലപ്പോൾ അവർ മിണ്ടാതെ പേടിച്ചിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും. അതൊക്കെ എന്താണ് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവരുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. നമ്മൾ മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻസിനെ ക്ലാസിഫൈ ചെയ്യും. അവരുടെ IQ ലെവൽ കണക്കാക്കിയിട്ടായിരിക്കും അങ്ങനെ അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻ ഹാസ് ബീൻ ടേക്കൺ ആസ് ദ ക്രൈറ്റീരിയൻ ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റലി റിട്ടാർഡഡ് ഇൻഡിവിജ്വൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ performance on some standardized intelligence test. They are classified into three. Morons, imbeciles, idiots. അതായത് മോറോൺസ് എന്ന് പറയുന്നത് അവരുടെ IQ ലെവൽ 51 to 70 ആയിരിക്കും. അതെന്ന് നമ്മൾ പറഞ്ഞു മെൻ്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് അവരുടെ IQ ലെവൽ 70 ബിലോ ആയിരിക്കും എന്ന്. അതാണ് ആ അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇംബസൈൽസ് എന്ന് പറയുമ്പോൾ 25 to 50 ആണ്. ഇഡിയറ്റ്സിൻ്റെ IQ ലെവൽ ബിലോ 25 ആയിരിക്കും. അപ്പോൾ ബുദ്ധിയുടെ അളവനുസരിച്ച് ആണ് അത് കണക്കാക്കുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ അഡാപ്റ്റീവ് ബിഹേവിയർ of the individual, mentally retarded children classified into 4. അത് ആദ്യം തന്നെ അവരുടെ മെൻ്റൽ റിട്ടാർഡഡ്നെസ്സിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് മൈൽഡ് മെൻ്റൽ റിട്ടാർഡഡ്, മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡഡ്, സിവിയർ മെൻ്റൽ റിട്ടാർഡഡ്, പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡഡ് എന്ന് പറഞ്ഞിട്ടാണ് കണക്കാക്കുന്നത്. IQ ലെവൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലർ സ്വാഭാവികമായിട്ടും പഠിച്ച് ലേണിങ്ങിന് അവർക്ക് കഴിയും, പഠിച്ച് കയറി പോരാനുള്ള സാധ്യതകളുണ്ട്. സ്ലോലിയാണ് ലേൺ ചെയ്യണമെങ്കിലും അവരത് കേപ്പബിളായിരിക്കും. പക്ഷേ ചിലർക്ക് സിവിയറായിട്ടും പ്രൊഫൗണ്ടായിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരെപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കോസസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. മെൻ്റൽ റിട്ടാർഡേഷന് കുറച്ച് കോസസ് ഉണ്ട്. ചിലപ്പോൾ ബൈ ബർത്ത് അങ്ങനെയൊക്കെ ആയി ജനിക്കുന്നതിന് ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ജനറ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. ക്രോമസോംസിൻ്റെ അബ്നോർമാലിറ്റി കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഡെഫിഷ്യൻറ്റ് ഇൻട്രായൂട്ടറിൻ എൻവയോൺമെൻറ്റ്. ഇൻട്രായൂട്ടറിനിൽ ആയിരിക്കുമ്പോഴുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണോ അത് അനുകൂലം അല്ലെങ്കിൽ അങ്ങനെ ആയി തീരാൻ സാധ്യതയുണ്ട്. ഹെഡ് ഇഞ്ചുറീസ് ദാറ്റ് ദ ചൈൽഡ് റിസീവ്സ് വെൻ മെക്കാനിക്കൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഡ്യൂറിങ് ഡെലിവറി. അത് ഡെലിവറി ടൈമിൽ നോർമലായിട്ടുള്ള ബർത്ത് നടക്കുന്നില്ല എങ്കിൽ ചില ടൂൾസ് ഉപയോഗിച്ച് കുട്ടികളെ പുറത്തേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹെഡ് ഇഞ്ചുറി സംഭവിക്കാം. അങ്ങനെ കുട്ടികൾ മെൻ്റൽ റിട്ടാർഡഡായി മാറാറുണ്ട്. പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ഹെഡ് ഇഞ്ചുറീസ്, ഇൻഫെക്ഷൻസ് ആൻഡ് ക്രോണിക് ഡിസീസസ്. ചില ആക്സിഡൻസോ ചില ഇൻഫെക്ഷൻസോ ഒക്കെ ബ്രെയിനെ ബാധിക്കുമ്പോൾ അവർ മെൻ്റൽ റിട്ടാർഡഡായിട്ട് മാറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. എഡ്യൂക്കേഷൻ ഓഫ് മെൻ്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ. ആ കുട്ടികളെ നമ്മൾ ചുമ്മാ അവർക്ക് അത്യാവശ്യം അവരുടെ എങ്ങനെയൊക്കെ അവർ കേപ്പബിളാണോ, അവർക്ക് ചിലപ്പോൾ ചില പ്രത്യേക ഏരിയയിൽ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവാമായിരിക്കാം, അതനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അത് എഡ്യൂക്കബിൾ മെൻ്റലി റിട്ടാർഡഡ് ഉണ്ട്, ട്രെയിനബിൾ മെൻ്റലി റിട്ടാർഡഡ് ഉണ്ട്, കസ്റ്റോഡിയൽ മെൻ്റലി റിട്ടാർഡഡ് ഉണ്ട്. വെച്ചാൽ അവരുടെ IQ ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ അവർ ഏബിൾ ആയിരിക്കാം, ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും അവർ ഏബിൾ ആയിട്ടിരിക്കാം, ചിലപ്പോൾ അവർക്ക് കസ്റ്റോഡിയലായിട്ടുള്ള ഒരു മെൻ്റൽ റിട്ടാർഡഡ്നെസ് ആയിരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കരിക്കുലർ ആക്ടിവിറ്റീസും കരിക്കുലം ഡിസൈനിങ്ങും അതിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് അവരുടെ എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ മെൻ്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻസിന് എഡ്യൂക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി മെൻ്റൽ റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസിനെ നമ്മൾ എങ്ങനെയാണ് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടത്? അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പല പാരൻസും ചിലപ്പോൾ ഭയങ്കര വറീഡായിരിക്കും, അവരുടെ കുട്ടികൾ എങ്ങനെയായല്ലോ, എന്ത് ചെയ്യും, അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ കുറച്ചുകൂടി ഉയർന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ്? പാരൻസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ടു
behave normally with their mentally retarded child without being overprotecting or rejecting him and she. അതായത് ആ കുട്ടികൾക്ക് ചിലർ അവരെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുക, അങ്ങനെ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾക്ക് ആ കുട്ടികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസ് ഒരുപാട് കുറവായിരിക്കും. നെക്സ്റ്റ്, നോട്ട് കമ്പയർ ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ദെയർ സബ്നോർമൽ ചൈൽഡ് വിത്ത് ദെയർ നോർമൽ ചിൽഡ്രൻ ഓർ നെയ്ബർഹുഡ്. അതെന്ന് വെച്ചാൽ നമ്മൾ നോർമലുള്ള കുട്ടികൾക്ക് തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് സബ്നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് നോർമൽ ചിൽഡ്രൻസുമായിട്ട് താരതമ്യം ചെയ്യുക, അയൽവക്കത്തുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു പിതാവ് ആ കുട്ടീനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ആ കുട്ടി മെൻ്റലി റിട്ടാർഡഡ് ആണ് എങ്കിൽ കൂടി അങ്ങനെ ഉപദ്രവിക്കുന്നതും കേസും ഒക്കെ ആയത് നമ്മൾ ഇപ്പോൾ കുറച്ച് അടുത്ത നാളുകളായിട്ട് കണ്ടതാണ്. ഒരുപാട് കുട്ടികൾ ഇതുപോലെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട് അവരെ മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുപോലെ പാരൻസിന് കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, അഡ്വൈസ്ഡ് ടു ടേക്ക് കെയർ ദ റിട്ടാർഡഡ് ചൈൽഡ് ഈസ് നോട്ട് അൺനെസസറിലി ക്രിട്ടിസൈസ്ഡ് ഓർ റിഡിക്യൂൾഡ് ബൈ അതേഴ്സ്. അതായത് മറ്റുള്ള ആൾക്കാരുമായിട്ട് കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ പ്രോപ്പറായിട്ട് അവരുടേതായിട്ടുള്ള IQ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ളൊരു കേപ്പബിലിറ്റീസോടുകൂടി ഉയർന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.